ഞാനിപ്പോൾ നിൽക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയിൽ ഉൾപ്പെടുന്ന ഒരു പബ്ലിക് സ്കൂളിന്റെ ഫ്രണ്ടിലാട്ടോ. ഇവിടെയാണ് മിക്കു പഠിക്കുന്നത്. ഇവിടെ സ്കൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് തരമുണ്ട്, പ്രൈവറ്റ് സ്കൂൾസ് അതുപോലെ പബ്ലിക് സ്കൂൾസ്. മോസ്റ്റ്ലി എല്ലാവരും തന്നെ പഠിക്കുന്നത് പബ്ലിക് സ്കൂളിലായിരിക്കും. പ്രൈവറ്റ് സ്കൂളിൽ കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ പഠിക്കാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഫീസ് കൊടുത്തിട്ട് വേണം നമുക്ക് പ്രൈവറ്റ് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളുകളിൽ അഡ്മിഷൻ എടുത്തിട്ട് വീട്ടിൽ ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു രീതിയും കൂടി ഉണ്ട്, ഹോം സ്കൂളിംഗ് എന്ന് പറയും. ഇങ്ങനെ 3 തരം വിദ്യാഭ്യാസ രീതികളാണ് ഈ US-ലുള്ള ആൾക്കാർ പിന്തുടരുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് ഈ സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഇവിടെ 2-3 വീട് കഴിഞ്ഞ് നമ്മുടെ വീടായി, അത്ര അടുത്താണ്. നമ്മൾ അമേരിക്കയിൽ അല്ലെങ്കിൽ ന്യൂയോർക്കിലൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങാൻ പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ റെന്റിന് ഒരു വീട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നോക്കേണ്ടത് ആ ഏരിയയിലുള്ള നല്ല സ്കൂൾ ഏതാണ്, അല്ലെങ്കിൽ ആ സ്കൂളിന്റെ റേറ്റിംഗ് എന്താണെന്നാണ്. കാരണം നമ്മൾ താമസിക്കുന്ന ആ ഒരു വീടിന് തൊട്ടടുത്തുള്ള പബ്ലിക് സ്കൂളിലാണ് നമ്മുടെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ വേറൊരു സ്കൂളിൽ പോയിട്ട് അവിടെ എന്റെ കൊച്ചിന് അഡ്മിഷൻ തരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടത്തില്ല. കാരണം ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ആ അഡ്രസ് നോക്കിയിട്ടാണ് അവർ ഏത് സ്കൂളാണ് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഇന്ത്യയിലും അമേരിക്കയിലും ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റി കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സിലബസ് ആകട്ടെ, പഠന രീതികളാകട്ടെ എല്ലാം തന്നെ വ്യത്യാസമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രാക്ടിക്കൽ ലേണിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ ഒരു സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു എലമെന്ററി സ്കൂളാണ് കേട്ടോ. മിക്കു പഠിക്കുന്ന സ്കൂൾ എലമെന്ററി സ്കൂളാണ്. ഇവിടുത്തെ എഡ്യൂക്കേഷൻ, അതായത് സ്കൂളിന് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് പിന്നെ LKG UKG അതുപോലെ LP UP ഹൈസ്കൂൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇവിടുത്തെ ഒരു സ്കൂളിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രീ സ്കൂൾ ഉണ്ട്. പ്രീ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി പ്രൈവറ്റ് ആയിട്ടാണ് പഠിക്കാറ്. അതായത് ഒരു 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്നത് പ്രീ സ്കൂളിലാണ്. അത് നമ്മൾ ഫീസൊക്കെ കൊടുത്ത് വേണം പഠിപ്പിക്കാൻ. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിൻഡർ ഗാർട്ടൻ ഉണ്ട്. അതായത് 5 വയസ്സിലാണ് കിൻഡർ ഗാർട്ടനിൽ ജോയിൻ ചെയ്യുന്നത്. ഈ സ്കൂളിൽ കിൻഡർ ഗാർട്ടൻ മുതൽ 5ാം ക്ലാസ് വരെയാണുള്ളത്. ഇത് നമ്മൾ എലമെന്ററി സ്കൂൾ എന്ന് പറയും. അതായത് LP സ്കൂളിന് പറയുന്നതാണ് ഇവിടെ എലമെന്ററി സ്കൂൾ. LP സ്കൂൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് എലമെന്ററി സ്കൂൾ കഴിഞ്ഞാൽ നെക്സ്റ്റ് മിഡിൽ സ്കൂൾ, എലമെന്ററി സ്കൂൾ, മിഡിൽ സ്കൂൾ, പിന്നെയാണ് ഹൈസ്കൂൾ വരുന്നത്. എലമെന്ററി സ്കൂളിൽ നമുക്ക് കിൻഡർ ഗാർട്ടൻ മുതൽ 5ാം ക്ലാസ് വരെയാണ് ഉള്ളത്. ഇത് അങ്ങനെയുള്ള ഒരു സ്കൂളാണ് കേട്ടോ. പിന്നെ നമുക്ക് മിഡിൽ സ്കൂൾ എന്ന് പറയുന്നത് 6th 7th 8th ഇവിടെ മിഡിൽ സ്കൂളാണ്. ഹൈസ്കൂൾ എന്ന് പറയുന്നത് ഇവിടെ 9th 10th 11th 12th ഇവിടെ ഹൈസ്കൂളാണ്. ഇതാണ് ഇവിടെ ഒരു എഡ്യൂക്കേഷൻ, അതായത് സ്കൂളിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതൊരു എലമെന്ററി സ്കൂൾ ആണെങ്കിലും ഈ സ്കൂൾ കണ്ടാൽ മനസ്സിലാവും വലിയൊരു സ്കൂളാണ് കേട്ടോ. ഒരു 6 നിലകളുള്ള ഒരു സ്കൂളാണ് ഇത്. ഇങ്ങനെ നോക്കി 5 നില കാണാൻ പറ്റും. പിന്നെ ഒരെണ്ണം ബേസ്മെന്റിലുണ്ട്. അതായത് ഇവിടെ ഈ ഒരു ന്യൂയോർക്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ന്യൂയോർക്കിലല്ല മോസ്റ്റ്ലി അമേരിക്കയിൽ ബേസ്മെന്റിൽ ഒരു ഫ്ലോർ വീടുകൾക്കാണെങ്കിലും സ്കൂളുകൾക്കാണെങ്കിലും എല്ലാ ബിൽഡിങ്ങുകൾക്കും ഉണ്ടാവും. അതുപോലെ ഇതിനുണ്ട് ബേസ്മെന്റിൽ ഒരു ഫ്ലോർ. വിന്റർ സീസണിലൊക്കെ കുട്ടികളെ പുറത്ത് പാർക്കിലൊക്കെ കൊണ്ടുപോയി കളിക്കാന്നൊക്കെ പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിൽ അവർക്ക് ജിമ്മുണ്ട്, അതുപോലെ ഉള്ളിൽ കളിക്കാൻ വേണ്ടിയുള്ള കുറെ സ്പേസുകളുണ്ട്, ക്ലാസ് റൂം കൂടാതെ അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ കമ്പ്യൂട്ടർ ലാബ്, സയൻസ് ലാബ്, ലൈബ്രറി, മെഡിക്കൽ റൂം, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സ്ട്രക്ചറിലുള്ള ഒരു സ്കൂൾ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ സ്കൂൾ ടൈമിംഗ് എന്ന് പറയുന്നത് മോർണിംഗ് 8 to അതുപോലെ ഉച്ചയ്ക്ക് 2:15 വരെയാണ് കേട്ടോ. ഇവിടെ കുട്ടികൾ വരുന്നത് എല്ലാവരും ഒരേ ഒരു വാതിലിൽ കൂടെ അല്ല കേട്ടോ സ്കൂളിലേക്ക് വരുന്നതും പോകുന്നതും ഒന്നും. ഒരുപാട് ഗേറ്റുകളുണ്ട്. എന്റെ പുറകിൽ കാണുന്നില്ല ഒരു ഗേറ്റ് അല്ല, ഒരു ഡോർ. അതുപോലെ ഒരുപാട് ഡോറുകളുണ്ട് ഈ സ്കൂളിന്റെ വിവിധ ഏരിയകളിലായിട്ട്. അപ്പൊ ഓരോ ക്ലാസ്സുകാർക്കും ഓരോ സെപ്പറേറ്റ് ഡോറുകളാണ്. അവിടെയാണ് അവരെ വിടുന്നതും അതുപോലെ കൊണ്ടുവന്ന് വിടേണ്ടതും ഒക്കെ അവിടെയാണ്. അതുപോലെ പിക്കപ്പിൽ വരുമ്പോൾ നമ്മൾ ഒന്നുകിൽ പേരൻസ് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കുന്ന 2 എക്സ്ട്രാ ആളുകളെ കൂടെ മെൻഷൻ ചെയ്യാം നമുക്ക്. അവർ വന്നാൽ മാത്രമേ കുട്ടികളെ നമുക്ക് വീട്ടിലേക്ക് അവര് കൂടെ വിടുകയുള്ളൂ. അല്ലാതെ അറിയത്തില്ലാതെ ഒരാൾ വന്ന് പിക്ക് ചെയ്യാൻ വന്നതെന്ന് ഒരു വിടത്തില്ല. അതുകൊണ്ട് കുറച്ച് എന്താ പറയുക, സെക്യൂരിറ്റി വൈസ് ഇവിടെ കുറച്ച് സേഫ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ സ്കൂളിന്റെ ഇന്നർ യാർഡാണ്. ഇവിടെ നിറച്ച് മൾട്ടിപ്ലിക്കേഷന്റെ ടേബിൾ ഒക്കെ ഇല്ല, അതൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. നല്ല കളറൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാണ്. ഇത് 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്. അതുപോലെ അവിടെ ABCD അങ്ങനെ പല സംഭവങ്ങളും ഇവിടെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടികളെ ഞങ്ങൾ ഇങ്ങനെ പേരൻസ് പിക്ക് ചെയ്യാനൊക്കെ വരുമ്പോൾ കുട്ടികൾ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ജമ്പ് ചെയ്ത് കളിക്കുന്നുണ്ടാവും. അപ്പൊ അത് പെട്ടെന്ന് അവർക്കത് പഠിക്കാനും പറ്റും. അതുകൊണ്ട് നല്ലൊരു തോട്ട്ഫുൾ ആയിട്ടുള്ള ഐഡിയ ആയിട്ട് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നി കേട്ടോ. ഈ സ്കൂൾ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ഒരു സ്കൂളാണ് കേട്ടോ. നമ്മൾ ഒരു സ്കൂൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ സ്കൂളിന്റെ റേറ്റിംഗ്, ആ സ്കൂളിൽ സബ്ജക്ട് ടോട്ടലൊക്കെ എത്ര കിട്ടാറുണ്ട്, എത്ര പെർസെന്റേജ് ആണ് സ്കോർ ചെയ്യാറുള്ളത്, അതുപോലെ തന്നെ ഏത് കൺട്രിയിൽ നിന്നുള്ള കുട്ടികളാണ് കൂടുതലുള്ളത്, ഏഷ്യൻസ് എത്ര പെർസെന്റേജ് ഉണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ സ്കൂളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60% ഏഷ്യൻസ് ആണ് പഠിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ 10% താഴെയൊക്കെയാണ് നേറ്റീവ് അമേരിക്കൻസ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. പിന്നെ പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീ ഒന്നും ഇല്ല കേട്ടോ, ഫുള്ള് ഫ്രീ ആണ്. അതായത് കിൻഡർ ഗാർട്ടൻ മുതൽ 12th വരെ ഫുള്ള് ഫ്രീ ആണ്. പക്ഷെ നമ്മൾ കോളേജിലോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ഇത്രയും നാളും പൈസ കൊടുക്കാത്തതിന് നമ്മൾ മനസ്സിലാക്കും. കാരണം കോളേജിലൊക്കെ നല്ല ഫീസാണുള്ളത് കേട്ടോ.
പിന്നെ യൂണിഫോം ഉണ്ടാവില്ല സ്കൂളുകളിൽ. ഇവിടെ പബ്ലിക് സ്കൂളുകളിൽ നോർമൽ ഡെയിലി കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് കുട്ടികൾ പോവുക. പിന്നെ ഈ വിന്റർ സീസൺ ഒക്കെ വന്നു കഴിയുമ്പോൾ ജാക്കറ്റ്, അതിനുള്ള ഡ്രസ്സ് നമ്മൾ ക്ലൈമറ്റിനനുസരിച്ചാണ് ഇവിടെ കുട്ടികൾ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കളർ ഡേകൾ ഉണ്ടാവും. മിക്കപ്പോഴും തന്നെ വീക്കിലി ഒരു 3-4 ദിവസം ഓരോ ഡിഫറെന്റ് കളേഴ്സ് ഉള്ള ഡേ ആയിരിക്കും ഓരോ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിനനുസരിച്ചുള്ള റെഡ് ഡേ ആണെങ്കിൽ ഇപ്പോൾ ഓറഞ്ച്, ഗ്രീൻ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ഡ്രസ്സിംഗ് ആണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ സ്കൂളിന്റെ ഒരു പ്ലേ ഏരിയ ആണ് കേട്ടോ. ഇവിടെ നിന്ന് പറഞ്ഞാൽ ബാസ്കറ്റ് ബോൾ കോർട്ട് ഉണ്ട്, അതുപോലെ കുറെ ചെറിയ ചെറിയ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇത് എലിമെന്ററി സ്കൂൾ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് ഇവിടെ നല്ലൊരു കോർട്ടൊക്കെ ഉണ്ട്. പിന്നെ പറഞ്ഞാൽ ഇത് പബ്ലിക്കിനും കൂടെ ആക്സസ് ചെയ്യുന്നുണ്ട്. ഇവിടെ അടുത്തുള്ളവരെല്ലാം നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഈ പാർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ സ്കൂളുകളിൽ സ്പോർട്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് കണ്ടിട്ടുണ്ട്. ആർട്സിനേക്കാൾ ഇവിടെ സ്പോർട്സിനാണ് ഇമ്പോർട്ടൻസ്. അതായത് ടെന്നീസ്, ബാസ്കറ്റ് ബോള്, ബേസ്ബോള്, അങ്ങനെ സോക്കർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. സിലബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ലേണിംഗ് ആണ് കൂടുതൽ. നമ്മൾ അവിടെ നാട്ടിൽ പഠിക്കുന്ന പോലെ ചുമ്മാ കുറെ ബുക്സ് പഠിക്കുന്ന രീതിയൊന്നും ഇവിടെ ഇല്ല. മിക്കവരാണെങ്കിൽ സ്കൂളിൽ ബുക്സുകളൊന്നും കാര്യമായിട്ടില്ല. അവർ കുറച്ച് പേപ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട്. ആ പേപ്പർ നമ്മൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബണ്ടിൽ പേപ്പർ വാങ്ങിക്കൊടുക്കാൻ പറയുന്നുണ്ട്. ഒരു 1000-2000 പേപ്പേഴ്സ് ഒക്കെ അവർ ചോദിക്കും. അത് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി ഹോംവർക്ക് വരുന്നത് അതിലാണ്. ഹോംവർക്ക് എന്ന് പറഞ്ഞാലും ഒത്തിരി അങ്ങോട്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. കുറച്ച് മാത്സ്, കുറച്ച് ഇംഗ്ലീഷ്, അത്രയൊക്കെ ഉണ്ടാവാറുള്ളൂ. ഒരുപാട് സബ്ജക്റ്റ് ഇല്ല, മിനിമം സബ്ജക്റ്റ് ആണുള്ളത്. അതിൽ തന്നെ ഒരുപാട് പഠിക്കാനില്ല. കൂടുതൽ അവർ റീഡിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഒത്തിരി, അതായത് ബുക്സുകൾ വായിക്കുക, കുട്ടികൾക്ക് കുറെ ജനറൽ ആയിട്ടുള്ള നോളജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ബേസിക്സ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ വാക്സിനേഷൻ ആണ്. വാക്സിനേഷൻ ഇവിടെ ഭയങ്കര കമ്പൽസറി ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. വാക്സിൻസ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ. അത് മാത്രമല്ല, നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് ഇവിടെ അഡ്മിഷൻ വരുമ്പോൾ വാക്സിൻസ് കൊണ്ടുവന്ന് കൊടുത്താൽ സമ്മതിക്കത്തില്ല. ഇവിടെയുള്ള ഒരു ഡോക്ടർ അത് സർട്ടിഫൈ ചെയ്തിട്ട് ഒരു ഫോം ഒക്കെ ഉണ്ട്, അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രമേ അവരത് അംഗീകരിക്കത്തുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ ഇന്ത്യയിൽ നിന്ന് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവന്നാലും ഇവിടെ കുറച്ച് വാക്സിൻസ് എക്സ്ട്രാ ഉണ്ടാവും, US മാത്രമുള്ള വാക്സിൻസ്. അതൊക്കെ നമ്മൾ വീണ്ടും കുട്ടികൾക്ക് എടുക്കേണ്ടി വരും. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വാക്സിൻ സർട്ടിഫിക്കറ്റ് മാത്രം വെച്ചിട്ട് നമുക്കിവിടെ ഡോക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് തരില്ല കേട്ടോ. അവരൊരു ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കും. അത് എടുത്തു കഴിയുമ്പോൾ അവർക്ക് അത് മനസ്സിലാവും ഏതൊക്കെ വാക്സിൻസ് ആണ് എടുത്തിട്ടുള്ളത്, ഏതൊക്കെയാണ് മിസ്സിംഗ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അപ്പോൾ അതെല്ലാം കൂടെ എടുത്താലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള വാക്സിൻ സർട്ടിഫിക്കറ്റ് അവർ തരുള്ളൂ. അതുപോലെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ കുട്ടികളുടെ ഡെന്റൽ ചെക്കപ്പ് ചെയ്തിരിക്കണം, അതുപോലെ ഐ ടെസ്റ്റ് ചെയ്തിരിക്കണം. പിന്നെ എന്തെങ്കിലും ഫുഡ് അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നോക്കി ക്ലിയർ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഇവിടെ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. പിന്നെ നമ്മൾ ഇടയിൽ വന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ, അതായത് സെക്കൻഡ് ഗ്രേഡിലോട്ടോ അല്ലെങ്കിൽ തേർഡ് ഗ്രേഡിലോട്ടോ അങ്ങനെയൊക്കെയാണ് വന്ന് കുട്ടികൾ ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ ടെസ്റ്റ് ഒക്കെ വയ്ക്കും. കാരണം ഏത് ലെവലിലാണ് കുട്ടികളുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചെറിയ റീഡിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാവുക. വലിയ ടഫായിട്ടുള്ള എക്സാംസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ, അതായത് ചെന്നൈ, ബാംഗ്ലൂർ ഒക്കെ പഠിച്ച് വന്ന കുട്ടികൾക്കൊന്നും ഇവിടെ വലിയ ബുദ്ധിമുട്ടൊന്നും ഫേസ് ചെയ്യാറില്ല. അവർ ഈസി ആയിട്ട് ഫോളോ ചെയ്ത് പോകാറുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ അതായത് ഇവിടുത്തെ അമേരിക്കൻ ആക്സെന്റ് ഒക്കെ ഫോളോ ചെയ്യാൻ കുറച്ചൊരു ടൈം എടുക്കുന്നുണ്ട്. അതിൽ മാത്രമാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകാറുള്ളൂ. റൈറ്റിങ്ങിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ കിഡ്സ് ഒത്തിരി മുമ്പിലാണുള്ളത്. ഇവിടെ റൈറ്റിങ്ങിന് അത്ര ഇമ്പോർട്ടൻസ് അവർ കൊടുക്കാറില്ല. അതായത് കഴ്സീവ് റൈറ്റിങ്ങും കോപ്പി റൈറ്റിംഗ് ഒക്കെ ചെയ്ത് നാട്ടിലെ കുട്ടികൾ നല്ല അടിപൊളിയായിട്ട് റൈറ്റിങ്ങിൽ എക്സ്പേർട്ട് ആയിരിക്കും. ഇവിടുത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഐപാഡ്, ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്താണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ര റൈറ്റിംഗിൽ ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെ ഇവിടെ റീഡിങ്ങിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരുപാട് ലൈബ്രറിയിൽ ബുക്കുകൾ എടുത്ത് വായിക്കുക. അതുപോലെ ഐപാഡിലാകട്ടെ അവർക്ക് എപ്പിക് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിലൊക്കെ വെച്ചിട്ട് ഒത്തിരി ബുക്സ്, ഓഡിയോ ബുക്സ് ഇങ്ങനെയൊക്കെ വായിക്കുന്നത് കൊണ്ട് റീഡിങ്ങിൽ അവർ നല്ല അടിപൊളിയായിട്ട് റീഡ് ചെയ്യുന്ന കുട്ടികളാണ്. മിക്കു ഇവിടെ സെക്കൻഡ് ഗ്രേഡിലോട്ട് വന്ന് ജോയിൻ ചെയ്തപ്പോൾ അവന്റെ ഒരു ചെറിയ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അവർ പറഞ്ഞത്, മിക്കു അവിടെ ബാംഗ്ലൂരിൽ ICSE സിലബസ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ മിക്കു കുറച്ചുകൂടെ മുമ്പിലാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുറച്ച് എക്സ്ട്രാ സിലബസ് ഒക്കെ വെച്ചിട്ട് കൂടുതൽ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു രീതി ഉള്ളത് കൊണ്ട് ഇവിടെ അത് ഒത്തിരി കൂടുതലാണ്. സെക്കൻഡ് ഗ്രേഡിലൊന്നും അത്ര സിലബസ് ഒന്നും ഇവിടെ കൊടുക്കാറില്ല. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ ആക്സെന്റ് ഫോളോ ചെയ്യാൻ ഒരു കുറച്ച് ടൈം എടുക്കും കുട്ടികൾക്ക്. മിക്ക ഒരു 1 month 2 month ഒക്കെ ആയപ്പോഴേക്കും അതും ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുട്ടികളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർ ഇതെല്ലാം പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്തോളും. അതുപോലെ ന്യൂയോർക്ക് സിറ്റിയിൽ ഉൾപ്പെടുന്ന പബ്ലിക് സ്കൂളുകളിൽ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ഒക്കെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂയോർക്ക് സിറ്റിയിൽ താമസിക്കുന്നവർ എക്സ്ട്രാ സിറ്റി ടാക്സ് കൂടെ പേ ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ടാക്സ് കൂടാതെ സിറ്റി ടാക്സ് കൂടെ പേ ചെയ്യുന്നുണ്ട്. ആ ഒരു എമൗണ്ട് ആണ് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുപോലെ തന്നെ കുട്ടികൾക്കെല്ലാം തന്നെ ഐപാഡ് ഫ്രീ ആണ്. ഇപ്പം മിക്ക പഠിക്കുന്ന എലമെന്ററി സ്കൂൾ ആയതുകൊണ്ട് അവിടെ എല്ലാ കുട്ടികൾക്കും ഐപാഡ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലാണ് അവരുടെ കൂടുതൽ കാര്യങ്ങൾ, ആക്ടിവിറ്റികളൊക്കെ നടക്കുന്നത്. അതിൽ എപ്പിക് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അതിൽ റീഡിങ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ മൈ സ്കൂൾ ആപ്പ്, അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ അതിൽ നടക്കുന്നുണ്ട്. അതുപോലെ ഗെയിമുകൾ അലൗഡാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പറയാറുണ്ട് ഓൺലൈൻ ഗെയിമുകളൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ചീത്തയായി പോകുമെന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ കുട്ടികൾക്ക് ഓൺലൈൻ ഗെയിമുകൾ അലൗഡാണ്. ക്ലാസ്സിലും അതുപോലെ വീടുകളിലും അത് അവർക്ക് കളിക്കാൻ വേണ്ടി കൊടുക്കാറുണ്ട്. അപ്പം നമ്മളൊരു ആസ് ഒരു ഇന്ത്യൻ പേരന്റ് നമ്മൾ ഒരു ഉറപ്പായിട്ട് ഡൗട്ട് ഉണ്ടാവുമല്ലോ ഇത് കുട്ടികൾക്ക് നല്ലതാണെന്നുള്ളത്.
അപ്പോൾ അങ്ങനെ പോയി ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ, അതുപോലെ കുട്ടികളുടെ ഡിസൈൻ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഗെയിമുകളാണ്, എഡ്യൂക്കേഷണൽ ബേസ്ഡ് ആയിട്ടുള്ള ഗെയിമുകളാണ് അവർക്ക് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ ഐപാഡിൽ ഓൾറെഡി മൈൻഡ് ക്രാഫ്റ്റ് അതുപോലെ സ്ക്രാച്ച് ജൂനിയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗെയിമുകളൊക്കെ ഓൾറെഡി അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 5ാം ക്ലാസ് വരെ വലിയ കാര്യമായിട്ടുള്ള സ്റ്റഡീസ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഒരു 5ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് എലമെന്ററി സ്കൂൾ കഴിഞ്ഞ് മിഡിൽ സ്കൂളിലോട്ട് കയറുമ്പോഴാണ് കുറച്ചുകൂടെ സബ്ജക്ട് ഓറിയന്റഡ് ആവുന്നത്. അതിനുശേഷം ഹൈസ്കൂളിൽ എത്തുമ്പോഴേക്കും നമ്മൾ മെയിൻ സ്ട്രീം സെലക്ട് ചെയ്യണം. അതായത് നമ്മൾ +1 +2 മെയിൻ സ്ട്രീം എടുക്കത്തില്ല, അതുപോലെ ഇവിടെ ഹൈസ്കൂളിൽ അതായത് 9th എത്തുമ്പോഴേക്കും മെയിൻ സ്ട്രീം ഒക്കെ സെലക്ട് ചെയ്ത് കഴിയണം. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഫൈനൽ എക്സാമുകളൊന്നുമില്ല. ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, അതുപോലെ വലിയ പരീക്ഷ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ പരീക്ഷകളൊന്നുമില്ല. എല്ലാ ക്ലാസ്സുകളിലും, അതായത് ചെറിയ ക്ലാസ് മുതൽ വീക്ക്ലി ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ എല്ലാം മാർക്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ എല്ലാം ഒരു പോയിന്റ് അവരവിടെ കാൽക്കുലേറ്റ് ചെയ്ത് അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോഴേക്കും എല്ലാ ക്ലാസ്സുകളുടെയും മാർക്കുകളെല്ലാം കൺസിഡർ ചെയ്ത് അതിന്റെ ഒരു ഗ്രേഡ് പോയിന്റ് ആവറേജ് ആണ് നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയറിലേക്കൊക്കെ നമ്മുടെ കുട്ടികളുടെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ ആയിട്ട് കരുതുന്നത്. പിന്നെ ഇവിടെ കുട്ടികൾ തമ്മിൽ അങ്ങനെ പഠനത്തിൽ ഭയങ്കര കോമ്പറ്റീഷനോ അതുപോലെ പേരൻസ് തമ്മിൽ വലിയ കോമ്പറ്റീഷനൊന്നും ഇല്ല. അതായത് ഇന്ന കുട്ടിക്ക് ഇത്ര മാർക്ക്, ആ കുട്ടിക്ക് ഇത്ര മാർക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു ഇതില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മാർക്ക് ലിസ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ പോലും ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് എന്താണ് കിട്ടിയതെന്ന് മറ്റുള്ള കുട്ടികൾ അറിയാതെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് അവർക്ക് കൊടുത്തു വിടാറുള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത് സെപ്റ്റംബർ മുതൽ ജൂൺ വരെയാണ്. ജൂലൈ ഓഗസ്റ്റ് ഇവിടെ വെക്കേഷൻ ടൈമാണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് ഇവർക്ക് കുറച്ച് വെക്കേഷൻസ് ഒക്കെ കിട്ടാറുണ്ട്. സ്പ്രിംഗ് വെക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഏർലി സ്പ്രിംഗ് വെക്കേഷൻ എന്ന് പറഞ്ഞൊരു 10 ദിവസം കിട്ടും. പിന്നെ സ്പ്രിംഗ് വെക്കേഷൻ ഒരു 10 ദിവസം ഉണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് ടൈമിൽ ഒരു 10 ദിവസം കിട്ടാറുണ്ട്. വിന്റർ ബ്രേക്ക് 10 ഡേയ്സ് ഉണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ബ്രേക്കുകളൊക്കെ കിട്ടാറുണ്ട്. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അമേരിക്കൻ എഡ്യൂക്കേഷൻ സിസ്റ്റം നല്ലതാണ്. മറ്റുള്ള കൺട്രികളിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കുന്നവർക്ക് പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡീസാണ് ഇവിടെ ഉള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് സ്വിച്ച് ചെയ്യാതെ, അതായത് വേറെ കൺട്രികളിലേക്കൊക്കെ മാറാതെ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ലേണിംഗ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും അത് വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡീസും സിലബസും കാര്യങ്ങളൊക്കെയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.